ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പ്ലസ് എന്താ പറയുക, നമ്മളിന്ന് പൂരത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ വ്ളോഗായിട്ട് മൊത്തത്തിലൊരു മിക്സ്ഡ് വീഡിയോ ആണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ യൂണിഫോം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടേണ്ട ദിവസമാണ് ഇന്ന് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ആണ് ഞങ്ങൾക്ക് സ്കൂളിൽ ഓപ്പൺ അസംബ്ലി ഉണ്ടാവാറ്. അപ്പോൾ അന്ന് ദിവസമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റത് ഉറക്കത്തിൻ്റെ മത്ത തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചു, എന്നിട്ട് ആ ഒരു മത്ത അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഗൈസ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നാൽ പിന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ മെയിലാണ് കഴുകിയത്, തല ഒളിച്ചിട്ടുണ്ടായിരുന്നില്ല, മെയിൽ കഴുകി. ആൻഡ് ഇതാണ് എൻ്റെ യൂണിഫോം വന്നിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ട്രാക്ക് സ്യൂട്ടും ഒരു ടീഷർട്ടാണ്, എൻ്റെ യെല്ലോ ടീഷർട്ടാണ്. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ഹൗസ് വൈസാണ്. അപ്പോൾ എൻ്റെ ഹൗസ് വില്യമംഗലാണ്. സോ അതിൻ്റെ കളറ് യെല്ലോ ആണ്. നഴ്സും വില്യമംഗലായതുകൊണ്ട് അവൾക്കും സെയിം യെല്ലോ തന്നെയാണ് വരുന്നത്. ഋതും നീലും റെഡാണ്, അവർ മേൽപ്പത്തൂരായതുകൊണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇത് ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണെഴുതിയിട്ട് ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പം എന്താ വാലിട്ടുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഐലൈനറൊന്നും എഴുതാറില്ല, ഇടയ്ക്ക് എഴുതാറുള്ള ഐലൈനർ. അപ്പോൾ ഇതേ ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സുക്ഷിതമായിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ നേരത്തെ എനിക്ക് ഇതുപോലെ പരീക്ഷണം നടത്തിയ കൊളാവാറുണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുള്ളപ്പോഴേക്കും കൊളായി. അപ്പോൾ ഗൈസ്, നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. തല നനച്ചിട്ടുണ്ടായിരുന്നില്ല, തല നനയ്ക്കാതിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ തന്നെ എനിക്ക് കുറച്ച് മടിയുണ്ടാകും തല നനയ്ക്കാൻ. കുറച്ച് അഴുക്സും ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല, പിന്നെ നമ്മൾ ഇന്ന് പുതിയ യൂണിഫോമൊക്കെ ഇടില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉദ്ഘാടനം തന്നെ തല നനയ്ക്കേണ്ട വിചാരിച്ചു. തല നനച്ചാൽ പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ പൂണിയിട്ടില്ലാട്ടാൽ ഭയങ്കര പണിയാണ്, അങ്ങനെ വൃത്തിയിൽ കെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തല നനച്ചില്ല. ഞാൻ അങ്ങനെ തല നനയ്ക്കാണ്ട് സ്കൂളിൽ പോകാറില്ല, റെയർ ഓഫ് ദ റെയറസ്റ്റ് ആയിട്ടാണ് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ പൂണിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, സൂപ്പറായിട്ടല്ലേ? ഇതിൻ്റെ മഞ്ഞ കളറാണ്. അവിടെ തുടങ്ങി നമുക്ക് വാതിലടച്ചിടാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വെറുതെ ഇൻസൈഡ് എടുത്തിട്ട് എടുക്കാം കേട്ടോ. ഇൻസൈഡ് ചെയ്യാണ്ടാണ് ഇടുക ഫുള്ളായിട്ട്. പിന്നെ എനിക്ക് ID കാർഡ് ഇടണം, ഞാൻ മറന്നു, അതിടണം. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. അത് മമ്മി വാരി തരും, അല്ലെങ്കിൽ ഞങ്ങൾ പോയി കഴിക്കും. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. നേരത്തെ കണ്ടോ കഴിഞ്ഞു, 6:55 ആയിട്ടുള്ളൂ. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. സാധാരണ എൻ്റെ കഴിയുമ്പോഴേക്കും 7:15 കഴിയാറുണ്ട്. പക്ഷെ ഇന്ന് നേരത്തെ ആയിരുന്നു. ഈ ഡ്രസ്സ് ആയതുകൊണ്ടാവാം, ചിലപ്പോൾ ഈ യൂണിഫോം ആയതുകൊണ്ടും പിന്നെ തല നനച്ചില്ലല്ലോ അതുകൊണ്ടാവാം. പിന്നെന്താ, ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ട് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ വെക്കാം. ടിഫിൻ ബോക്സ് ഞാൻ വെച്ചു. ഇന്ന് ടിഫിൻ വെറൈറ്റി ഉണ്ട് ഗൈസ്. ഇന്ന് ഞാൻ മുറുക്കാണ് കൊണ്ടുവന്നത്. അത് ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, തല ഇരിഞ്ഞ ഫോൺ. അപ്പോൾ നമുക്കിനി ID കാർഡ് ഇടാം. ID കാർഡ് ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ഇന്നലെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വെറുതെ ഇടല്ല, ഞാൻ ഈ കോളറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ടേ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇതിട്ടിരിക്കുന്നു. ID കാർഡ് ഇട്ടു. കിമ്മൂട്ടി ഇവിടെ ഈ സൈഡ് ഓക്കെ, പക്ഷേ ഈ സൈഡിൽ എന്തോ ഇവിടെ ഒരു തകരാറുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. ചിലപ്പോൾ ഈ മുടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണതാവാം. അയ്യോ, ക്ലാരിറ്റി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഗൈസ്. എന്താ മമ്മി, ഫുഡാണോ? ഗൈസ്, ഫുഡായിട്ട് അമ്മ വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കട്ടെ. ദാ ഗൈസ്, എല്ലാവരും കൂടെ ഇങ്ങനെ പുറത്ത് പല വർണ്ണങ്ങളിൽ ഓടിച്ചാടി നടക്കുന്നു. ഞാനും നഴ്സും യെല്ലോ ആണ് പറഞ്ഞില്ലേ. നീലോടെ ഇൻസൈഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ സ്കൂളിൽ പോയപ്പോൾ ഇൻസൈഡ് ചെയ്യേണ്ട പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് അഴിച്ചിട്ടാണ് ചെയ്തത്. എല്ലാവരും പൊണീറ്റയിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പെഷ്യൽ യൂണിഫോമിലേക്ക് പൊണിറ്റയിൽ കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ID കാർഡൊക്കെ ഇട്ട് സെറ്റാണ്. ഋതു റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൻ്റെ നമ്മളെ നോർമൽ യൂണിഫോമിന് ഇട്ടിരുന്ന ഷൂ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അമ്മ എന്താ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരിയായി നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ഋതുവിനെ അവിടുന്ന് ഇപ്പുറത്തേക്ക് കൊണ്ട് നിർത്തി. അത് നമുക്ക് കറക്റ്റായി, കാരണം രണ്ടപ്പുറത്ത് റെഡും നടുവിൽ 2 മഞ്ഞകളും. അപ്പോൾ ആ ഒരു രീതിയിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അമ്മേനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു. എൻ്റെ അച്ഛമ്മയുടെ ബ്രദേഴ്സിൻ്റെ വീട്ടിലേക്കൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പൂരാണ്, മറ്റേ മുതുവട്ടൂർ ചെട്ടിയൽക്കൽ അമ്പലത്തിലെ പൂരല്ലേ, അപ്പോൾ അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛമ്മയുടെ വീട് അവിടെയാണ് കേട്ടോ, മുതുവട്ടൂരാണ്.
അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വന്നപ്പം തന്നെ വേഗം റെഡി ആയിട്ട് അങ്ങോട്ട് പോകേണ്ട മെയിലൊഴുകിയിട്ട് അങ്ങോട്ട് വേഗം റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റെഡി ആയി. ഞാൻ ഈ ഒരു ഡ്രസ്സ് ലുക്കാണ് ഇട്ടിട്ടുള്ളത്. വീഡിയോ അത്ര സൂപ്പറായിട്ടില്ല, കാരണം എന്താ പറയുക, ഇത് നല്ല വെളിച്ചുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് എടുക്കുമ്പോഴൊരു കുഴപ്പമായിരുന്നു. നല്ല വെളിച്ചമുള്ളതുകൊണ്ട് തീരെ ക്ലിയർ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല ഫേസ് കേട്ടോ. കണ്ട ആകെ മൊത്തം എന്തോ പോലെയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നല്ല സൂര്യനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. എല്ലാവരും അകത്തായിരുന്നു. അപ്പോൾ ഞാൻ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്താ പറയുക, അത് സ്ലോമോ ആക്കി എഡിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ചായ കുടിക്കാനായപ്പോൾ അതേ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് മേലേക്ക് കയറാൻ കേട്ടോ. എൻ്റെ കയ്യിൽ പപ്പടവട ഉണ്ട്. മേലേക്ക് കയറുകയാണ്. മേലേക്ക് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വലിയൊരു എന്താ ഇരിക്കുന്നതോ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ താഴെ നോക്കിയാൽ നമുക്ക് അവിടെ ഡൈനിങ് ഹാൾ കാണാം. അപ്പോൾ ഇത് ഇപ്പുറത്തെ റൂമിലിരുന്ന് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇന്ന് ലീവൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഒരു കണ്ണാട കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. അവിടുത്തെ ആ ലൈറ്റിൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് പിന്നെ ക്ലിയർ ഉള്ളത് വീഡിയോ. പിന്നെ ബെഡൊക്കെ നല്ല സോഫ്റ്റ് ബെഡാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ബാൽക്കണിക്ക് പോകുകയാണെങ്കിൽ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇതുപോലെ നല്ല ഡയറക്റ്റ് സൂര്യൻ വരുന്നുണ്ടായിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഭയങ്കര സംഭവമാണ്. എൻ്റെ വീട്ടിലേക്ക് തീരെ വരാറില്ല കേട്ടോ ഇതുപോലെ നല്ല പൊസിഷനിൽ സൂര്യൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതാണ് വീട്. നല്ല രസമായിട്ട് ഉള്ളിൽ നിറയെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് വീട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ അമ്പലത്തിലെത്തി ആ കഥന അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കഥന. മറ്റേ മാലപ്പടക്കൊക്കെ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ പേടിയില്ല. പക്ഷെ കഥന എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് തെയ്യത്തിന് സംഭവങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഓരോരുത്തരെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് കരിങ്കാളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുകയാണ്. ഞാനിത് അവിടെ സൈഡിൽ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി കണ്ടു. പക്ഷെ ഇവിടുന്ന് തുള്ളിയൊന്നും ഇല്ല. അവിടെ ജസ്റ്റ് അവിടെ പോയിട്ടും ഭഗവാൻ എന്ത് സംഭവം ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, കയ്യിലെന്തോ കോഴീനെ കൊണ്ടിട്ടുണ്ട്. ആ കോഴീനെ ഇങ്ങനെ അറുത്ത് ഇതാക്കില്ലേ. അത് കഴിഞ്ഞിട്ട് ഇതെന്ത് ഡാൻസായിരുന്നു, ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വെറൈറ്റി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഡാൻസ് ഒന്നും കാണാറില്ല നമ്മൾ. പൂരത്തിൻ്റെ ഇടയിൽ വേറെ സെപ്പറേറ്റ് ഇതുപോലെ ഡാൻസ് പോലെയായിട്ട് അങ്ങനെയൊന്നും കാണാറില്ല ആക്ച്വലി. നമ്മുടെ ആ കൂടുള്ളവർ കളിക്കും എന്നല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ കാണാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് തീരെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ എന്ത് സംഭവം അറിയില്ല. പിന്നെ ഇവരുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവരായിരുന്നു. ഇവരുടെ ഡാൻസ് നല്ല വെറൈറ്റി സാധനമായിരുന്നു. എന്താ പറയുക, കയ്യിലൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയും കുറേ കളിച്ചു, അതല്ലാതെയും കളിച്ചു. ഒരു 6 പേരെന്തോ ഉണ്ട് കേട്ടോ ഇവർ. അപ്പോൾ അവർ കളിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് കുറേ നേരം കണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി തീർന്നു കേട്ടോ. ഇപ്രാവശ്യം തീരെ പൂരങ്ങളുണ്ടാകുന്നത് നല്ല കുറവായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ച് പേര് ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പല വെറൈറ്റി സംഭവങ്ങളാവാം. അത് വയ്ക്കായിരുന്നു പേരുണ്ടെങ്കിൽ അതറിയില്ല കേട്ടോ പേരും. അപ്പോൾ ഞങ്ങൾ അവരെ ഡാൻസ് കണ്ടിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെന്താ തിരക്കെന്ന് പറയാൻ പ്രത്യേകിച്ച് തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തീരെ തിരക്കുണ്ടായിരുന്നില്ല. സാധാരണ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. എന്താ പറയുക, നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ തീരെ തിരക്ക് കുറവായിരുന്നു പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വർണ്ണമഴ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാമല്ലോ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛമ്മയുടെ ഒരു ബ്രദർ ഉണ്ട്, അപ്പോൾ ആളുടെ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. എല്ലാവരും സെയിം സ്ഥലത്തായിട്ടാണ് കേട്ടോ വരും. ഇതാണ് അവർ പറഞ്ഞ വർണ്ണമഴ. രാത്രി മറ്റേ പൊട്ടിക്കായിരുന്നു, ഇങ്ങനെ മേലത്ത് പോയി ഇങ്ങനെ വിരിയുന്ന പടക്കല്ലേ, അത് പൊട്ടിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം പൊട്ടിച്ചു. ഞങ്ങൾ അവിടുത്തെ ആ പറമ്പിൽ പാടത്താണ് നിന്നുണ്ടായിരുന്നത്. പക്ഷെ അത് പൊട്ടുമ്പോൾ ഞങ്ങളെ മേത്തിക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം ഇപ്പുറത്തേക്ക് മാറിയിരുന്നു കേട്ടോ. കുറച്ചുകൂടെ എടുത്തായതുകൊണ്ടേ മേത്തിക്ക് വീണു. ഇനിയിപ്പോൾ ഞാൻ അധികം നേരം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഏതായാലും കൊട്ടിൻ്റെയും ഇതിൻ്റെ നോൺ വോയിസ് ഇട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ പടക്കം പൊട്ടുന്നതെന്ന് നിങ്ങൾ ഇരുന്ന് കേട്ടോളൂ കാര്യം. ഇടാൻ പറയും.
അപ്പോൾ ഗൈസ് ചെറുതൂരിൻ്റെ ഉള്ളിടലും പടക്കമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ നൈസായിട്ട് ഇരുട്ടായി തുടങ്ങി. എന്നാലും ഞങ്ങൾ പിന്നെ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ചിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ ശരിക്കും നല്ല രസമുണ്ടാകുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ വണ്ടർഫുള്ളായിട്ട് ഇങ്ങനെ കത്തിപ്പോയി. ഒരു റെഡ് സാധനം കത്തിപ്പോൾ കത്തുട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നേരെ പോയി വിരിഞ്ഞിങ്ങനെ പൊട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിതേ കണ്ട് നിൽക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും കുറേ ഇങ്ങനെ ഒരുമിച്ച് പോയിട്ട് ഇങ്ങനെ പൊട്ടലായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാതും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കത്തിച്ച് വിട്ടു. അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത് കറക്റ്റ് 9 മണിക്കാണ്. അപ്പോൾ ഞാൻ പിന്നെ വേഗം പഠിക്കായിരുന്നു. വന്നപ്പോൾ തന്നെ പോയതിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ളൊന്നും പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സ് ഞാൻ അവിടെ ഇട്ടെടുക്കാറുണ്ട്. അതിൻ്റെ സിബ് പൊട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. കാരണം നാളേക്ക് ഇനിയിപ്പോൾ കുറച്ച് പഠിക്കാണ്ട്. ഇപ്പോൾ റിവിഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ സമയത്ത് അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം വന്നിരുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാ എടുക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതെടുത്തിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അമ്മയടുത്ത് എന്തോ പറയായിരുന്നു, ഇന്നതുണ്ടായിരുന്നു അങ്ങനെ എന്തോ സംഭവം. പിന്നെന്താ എന്തിനു ഞാൻ തലയും കുത്തിയിരിക്കണതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു മിക്സ്ഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.